ഹായ് കുട്ടികളെ, നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. വിഷു അല്ലേ 15-ാം തീയതി, ഏപ്രിൽ 15, മേടം 2-നാണ് ഈ വർഷം വിഷു. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചാണ്. വിഷു കേരളത്തിലെ കാർഷിക സംസ്കാരത്തിൻ്റെയും സമൃദ്ധിയുടെയും നവവർഷ ആരംഭത്തിൻ്റെയും പ്രതീകമാണ്. സൂര്യൻ മേടൻ രാശിയിൽ പ്രവേശിക്കുന്ന ദിവസം ആണ് വിഷുവായി നമ്മൾ ആഘോഷിക്കുന്നത്. ഈ വർഷം പക്ഷേ മേടം 2-നാണ്. കഴിഞ്ഞ വർഷവും ആയിരുന്നു എനിക്ക് തോന്നുന്നു. അടുത്ത ഒരു കൊല്ലത്തെ ഫലം ഈ വിഷുവിന് തൊട്ട് കണക്കാക്കപ്പെടുന്നു. വിഷുക്കണി ഒരുക്കുന്നു. വീടുകളിലൊക്കെ കുട്ടികളെ കൊണ്ടുവന്ന് വിഷുക്കണി കാണിക്കാറില്ലേ? നമുക്കതൊക്കെ അറിയാമായിരിക്കുമല്ലോ അല്ലേ? വീടുകളിലൊക്കെ വിഷു കൈനീട്ടം നൽകുക, കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ഈ കണിക്ക് വെച്ചിരിക്കുന്ന പച്ചക്കറികളും അരിയുമൊക്കെയാണ് അവർ സദ്യ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഈ സദ്യ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചാണ് ആഘോഷിക്കുന്നത്. കൊന്നമരത്തിലുണ്ടാകുന്ന മഞ്ഞ പൂക്കളുണ്ടല്ലോ, അത് കണി വയ്ക്കുന്നു. വളരെ പ്രധാനമാണ് വിഷുവിന് കൊന്നപ്പൂക്കൾ. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും സമാനമായ ആഘോഷങ്ങളുണ്ട്. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലം അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുന്നുവെന്നാണ് വിശ്വാസം. കേരളത്തിൽ ശ്രീകൃഷ്ണൻ്റെ കഥയുമായി ബന്ധപ്പെട്ട് ശ്രീ ഗുരുവായൂരിൽ വളരെ പ്രാധാന്യത്തോടെയാണ് വിഷു ആഘോഷിക്കുന്നത്. ശബരിമലയിലും പ്രത്യേക പൂജകളോടെ വിഷു ആഘോഷിക്കുന്നു. തുളുനാട്ടിൽ വിഷുവിന് അവർ പറയുന്നത് ബിസു പർവ എന്നൊരു ആഘോഷമായിട്ടാണ്. കേരളത്തിലെ വിഷുവുമായി ഒരുപാട് സമാനതകൾ ഉള്ളതാണ്. വിഷുവിനെക്കുറിച്ച് 2 ഐതിഹ്യങ്ങളുണ്ട്. അതിലൊന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. നരകാസുരൻ എന്ന ശക്തനായ അസുരൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതെ വന്നപ്പോൾ ദേവന്മാരുടെയും ജനങ്ങളുടെയും അഭ്യർത്ഥന മാനിച്ച് അവരുടെ സങ്കടം കണ്ട് ശ്രീകൃഷ്ണൻ ഗരുഡാരൂഢനായി നരകാസുരൻ്റെ നഗരമായ പ്രാഗ്ജ്യോതിഷത്തിലെത്തുകയും യുദ്ധം ചെയ്ത് അസുരശ്രേഷ്ഠന്മാരെ വധിക്കുകയും അതിൽ കുപിതനായ നരകാസുരൻ തന്നെ യുദ്ധക്കളത്തിലേക്ക് നേരിട്ടെത്തുകയും അത്യുഗ്രമായ യുദ്ധമായിരുന്നു ശ്രീകൃഷ്ണനും നരകാസുരനും തമ്മിൽ. അവസാനം ശ്രീകൃഷ്ണനാൽ നരകാസുരൻ വധിക്കപ്പെട്ടു. ഈ വധം നടന്നത് വസന്തകാലത്തിൻ്റെ തുടക്കത്തിലാണ്. ഈ ദിനം വിഷു എന്ന് പറയപ്പെടുന്നു. മറ്റൊരു കഥ കേട്ടിരിക്കുന്നത് രാവണനുമായി ബന്ധപ്പെട്ടതാണ്. രാക്ഷസ രാജാവായ രാവണൻ ലങ്ക ഭരിക്കുന്ന കാലത്ത് സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല അത്രേ. രാവണന് ഇഷ്ടപ്പെടുന്ന സമയത്ത് മാത്രമേ വെയിൽ കൊട്ടാരത്തിൽ കടക്കാവൂ എന്നതാണ് രാവണൻ്റെ കൽപ്പന. ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ച ശേഷം സൂര്യൻ ലങ്കയിൽ നേരെ ഉദിച്ചത്. അതുവരെ രാവണൻ്റെ ഇഷ്ടപ്രകാരമായിരുന്നു. ഈ ദിനം ആഘോഷമാക്കി ജനങ്ങൾ. ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ദിനമാണ് വിഷു എന്നും പറയപ്പെടുന്നു. വിഷുവിൻ്റെ തലേദിവസം അവർ ഗ്രഹപരിസരങ്ങളൊക്കെ അടിച്ചുവാരി കത്തിക്കുന്നു. രാവണവധം കഴിഞ്ഞ് ലങ്കാനഗരം ദഹിപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണ് എന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം വളരെ ആഘോഷത്തോടെ സൂര്യനെ വരവേൽക്കുന്നു. കൊന്നപ്പൂവും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ഒരു കഥയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതും ഡിസ്ക്രിപ്ഷൻ ബോർഡിൽ അതിൻ്റെ ഇത് കൊടുക്കാം, നിങ്ങളത് കാണണം. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു കഥയുമായി കാണാം.